ഹലോ. അതെ, ഒരു പഴകിപ്പൊടിഞ്ഞ സബ്ജക്റ്റാണ്. കാലങ്ങളോളം എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഈ മദേഴ്സ് ഇൻ ലോ. എന്താണ് ഇവരിങ്ങനെ? ഏത് വീട്ടിൽ പോയാലും കേൾക്കാവുന്ന ഒരു പരാതിയാണ് ഈ അമ്മായിയമ്മ ഇങ്ങനെയാണ്, അമ്മായിയമ്മ ഇങ്ങനെയാണ്, മരുമകളെയായിട്ട് കഷ്ടപ്പെടുത്തുകയാണ്. ഞാനൊരു മരുമകളാണ്. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരായിട്ട് പുറകിലേക്ക് കയറിപ്പോയാൽ കാണാം മൈ സ്റ്റോറി എന്നുള്ളത്. പതുക്കെ പതുക്കെ കണ്ടാൽ മതി. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെയാണ് ഫേസ് ചെയ്തതെന്ന്. പക്ഷേ ഞാൻ ചെയ്ത ഒരൊറ്റ മൂല്യം എന്താണെന്നറിയാമോ? ഒറ്റ ചെയ്ത്ത് എൻ്റെ കാര്യം ഞാൻ നോക്കി ആ വീട്ടിനകത്തുനിന്ന് പുറത്ത് കിടന്നു. അപ്പോൾ എല്ലാവരും പറയും, ചേച്ചി ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമില്ല. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞ് തനിയെ വെറുതെ കുത്തിയിരുന്ന് കുഞ്ഞിനെ നോക്കണം, അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കാതെ നിങ്ങൾ സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടെത്തൂ. ആ തൊഴിൽ കണ്ടെത്തിയാൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും ആളുകൾ നിങ്ങളുടെ വഴിയിൽ കയറി നിൽക്കില്ല. നിങ്ങളൊരു ഭ്രാന്തി പിടിച്ച ആനയുടെ വഴിയിൽ കയറി നിന്ന് അതിനെ മെരുക്കാൻ നോക്കുമോ, അതോ നിങ്ങൾ വഴിമാറി കൊടുക്കുമോ? ഞാനിപ്പോൾ അമ്മായിയമ്മമാരെ ഭ്രാന്ത് പിടിച്ച ആനയെന്ന് പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ചിലർക്ക് ഒരുതരം ഭ്രാന്താണ്. അതായത് എൻ്റെ വീട്, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി കെട്ടിത്തന്ന വീട്. കുറച്ച് എന്താ പറയുക, വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ അത് പറയാതെ കാണിക്കും. ഒരു ഇത്തിരി താഴ്ന്ന ആൾക്കാരാണെങ്കിൽ, അതായത് കുറച്ച് വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇതിൽ കുറച്ച് താഴ്ന്ന വകുപ്പിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവർ തുറന്ന് പറയും. എടി ബോഡി എന്നുള്ള വിളികൾ തുടങ്ങും. നീ നിൻ്റെ പണി നോക്ക്, ഇവൾ ആരാണ്, എൻ്റെ അങ്ങനെയുള്ള സംസാരങ്ങൾ തുടങ്ങും. അത് ചെയ്യുമ്പോൾ അത് ഇപ്പം ഞാൻ എൻ്റെ മദർ ഇൻ ലോ ജീവനോടെ ഉള്ളതുകൊണ്ട് ഞാനൊരു ഡോട്ടർ ഇൻ ലോ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നതും, പിന്നെ എൻ്റെ മകളായതുകൊണ്ടും എനിക്ക് മകനല്ലാത്തത് കൊണ്ടും ഞാനൊരിക്കലും ആ ഒരു മദർ ഇൻ ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറില്ല എന്ന് എനിക്കൊരു ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് പറയുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആയിരിക്കാം, എൻ്റെ ധൈര്യം അത് തന്നെ ആയിരിക്കാം കേട്ടോ, അല്ലെന്ന് ഞാൻ പറയണില്ല. കാരണം പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ? പെൺകുട്ടികൾ കുറച്ചുകൂടെ ധൈര്യം കാണിക്കണം. ധൈര്യം എന്ന് ഞാൻ പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കണം. ഇപ്പോൾ അതേപോലെ തന്നെ ഒരു പ്രവണതയുണ്ട്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ പയ്യന്മാരെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കും. അപ്പോൾ പറയും, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു മാഡം, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ കുറേ പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ വന്ന് പറയുമ്പം ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ പരസ്പരം ബഹുമാനിക്കും. അതേപോലെ തന്നെ നിങ്ങളെയും അവൾ ഇവളെന്ന് വിളിക്കുന്നത് നിങ്ങൾ രസിക്കണ്ട. എന്തിനാണത്? ഇംഗ്ലീഷിൽ പിന്നെ യു എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ ന്യൂട്രൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? യു എന്ന് പറയുന്ന ആണിനും പെണ്ണിനും യു ആണ്. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി മലയാളത്തിലും തമിഴിലും ഒക്കെ അവ ഇവ അല്ലെങ്കിൽ അവൾ അവൻ അങ്ങനെയൊക്കെ പറയുന്നത് ഉണ്ട്. പക്ഷെ ആ ഒരു വേർഡ് വന്നിട്ട് ബഹുമാനപൂരകമല്ല, ബഹുമാന സൂചകമല്ല. അപ്പോൾ ബഹുമാന സൂചകമായിട്ടുള്ള വേർഡ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലേക്ക് പരസ്പര ബഹുമാനം വരും. അതായത് നമ്മളൊരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നടക്കുമല്ലോ. അതുകൊണ്ടാണ് ബഹുമാന സൂചകമായിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നത്. എൻ്റെ അച്ഛൻ, എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് 24 വയസ്സും ഹസ്ബൻഡിന് 31 ആയിരുന്നു. അപ്പോൾ നല്ല വ്യത്യാസമുണ്ടല്ലോ, ഏകദേശം 7-7.5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ. ആ സമയത്ത് അരവിന്ദിൻ്റെ വീട്ടിൽ എല്ലാവരും വിൻഡേ എന്നൊക്കെയാണ് വിളിക്കുക. അപ്പം എനിക്കും ഈ പണ്ട് കുറച്ച് ഒരു മോഡേണിസം തലയ്ക്ക് കയറിയിട്ട് എനിക്കിങ്ങനെ ഇഷ്ടമാണ്, പേര് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അരവിന്ദ് അത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവരുടെ വീട്ടിൽ അവരുടെ അനുജൻ 2 വയസ്സിനിളയതാണ് പുള്ളിയുടെ, അതിനേക്കാളും 2.5 വയസ്സ് അങ്ങനെ ഏതാണ്. അപ്പം 5 വയസ്സിനിളയ ഒരു പെങ്ങളുമുണ്ട് ഞാൻ വിവാഹം കഴിച്ച് ചെല്ലുമ്പോൾ. അപ്പോൾ പുള്ളിക്കാരത്തെയും വിൻഡേ എന്നാണ് വിളിക്കുന്നത്, ചേട്ടനെ. അപ്പം എനിക്കതൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ദാറ്റ്സ് ഓക്കെ. പക്ഷെ എന്ത് പറ്റിയെന്നറിയോ? ഈ അനുജനും അനിയത്തിയും ഈ പേര് വിളിക്കുന്ന കാരണം ഇതൊരു കളിക്കൂട്ടുകാരനെ പോലെയാണ്. ഇദ്ദേഹത്തിന് ഒരു അർഹിക്കുന്ന ബഹുമാനം കിട്ടിയിട്ടില്ല, ഉള്ള കാര്യം പറയാലോ. അപ്പോൾ ചോദിക്കും, അർഹിക്കുന്ന ബഹുമാനം നമ്മൾ മേടിക്കുകയല്ലേ വേണ്ടതെന്ന്. അതല്ല, ഒരു സ്ഥാനം കൊണ്ടുള്ളൊരു ബഹുമാനമല്ലേ, അതുണ്ടായിരുന്നില്ല. വിളിക്കുന്നതിലാണോ കാര്യം എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ അതിലുണ്ടെന്ന് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയതാട്ടോ. ഞാനും അതുകൊണ്ട് അങ്ങനെ വിൻഡേ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ട് കാണുന്നില്ല അരവിന്ദിനെ. അപ്പം ഞാൻ എവിടെയോ നിന്നിട്ട് അരവിന്ദ് എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. എൻ്റെ അച്ഛൻ ഇൻ്റർഫിയർ ചെയ്തു. അന്ന് എനിക്കത് ഇൻ്റർഫിയറൻസ് ആയിട്ട് തോന്നി. എനിക്ക് ഇഷ്ടമായില്ല അച്ഛൻ വന്നിട്ട് പറയാണ്, അതെ ഹസ്ബൻഡിനെ പേര് കൊടുത്ത് വിളിക്കുന്നത് ശരിയല്ല, നീ ചേട്ടാന്ന് വിളിക്കൂ.
അത് നമുക്കൊരു ഇതായിട്ട് തോന്നും. പക്ഷെ സ്റ്റിൽ നോ, പിന്നീട് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ഞാൻ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്, എല്ലാ കാര്യത്തിലും ഇൻഡിപെൻഡൻ്റ് ആണ്. തനിയെ ഞാൻ ട്രാവൽ ചെയ്യും, തനിയെ പോകും, എവറിത്തിങ്. ആദ്യത്തെ ഒരു 1-2 വർഷമായിരിക്കും ഞാൻ കുറച്ച് ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ടായിരിക്കുക. പക്ഷെ കുട്ടി ഉണ്ടായിട്ട് പോലും ഞാൻ തന്നെ കൊണ്ടുവന്ന് നടക്കാറുണ്ട് മോളെ. ട്രെയിനിലൊക്കെ ഓവർനൈറ്റ് ജേണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഓവർനൈറ്റ് ജേണി എന്ന് പറയുന്നത് അത്ര റിസ്ക് ഇല്ല കേട്ടോ. കുറച്ച് കൊള്ളാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ട്രെയിനിൽ സഹായിക്കാനൊക്കെ ആയിട്ട്. ഇന്ന് നമുക്ക് ട്രെയിൻ ഭയങ്കര റിസ്ക്കിയുമാണ് ഒറ്റയ്ക്ക്. ഇപ്പോൾ ഞാൻ പോലും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനായിട്ട്, ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫ്ലൈറ്റിലും ഇതിലൊക്കെ പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. സമ്മൺ നീഡ് കമ്പനി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹസ്ബൻഡിനോട് കുറച്ച് ബഹുമാനം അങ്ങോട്ട് കാണിക്കുകയും ഹസ്ബൻഡ്സ് വൈഫിനെ ഇങ്ങോട്ട് ബഹുമാനിക്കുകയും ചെയ്യണം. അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ് ഇപ്പം. അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനത് അന്നേരം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ അരവിന്ദിന് ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തതെന്ന്. ഇപ്പോഴും ഞാൻ മിണ്ടണ്ണാന്നൊക്കെ വിളിക്കും അച്ഛൻ്റെ മുമ്പിൽ വെച്ച്. അതൊക്കെ ഇപ്പം കുറേ വർഷങ്ങളായത് കൊണ്ടുള്ള ഒരു അലൈൻമെൻറ്റിൽ ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പം എല്ലാവരും ചെയ്യണം എന്നില്ല. പക്ഷേ ഈ അവൻ അവൾ എന്നുള്ള വിളി നിർത്തുക, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, അതും അവരുടെ അമ്മയുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മുമ്പിൽ വെച്ച് ഹസ്ബൻഡിനെ അവൻ അവൻ എന്ന് പറയരുത്. അതേപോലെ തന്നെ ആ ഹസ്ബൻഡ് എന്ത് ചെയ്യണം, ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് അവളെന്നും പറഞ്ഞ് വൈഫിനെയും പറയരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ വിവാഹം കഴിച്ച് ഒന്നായി ജീവിക്കുന്നത്. അവിടെ വന്നിട്ട് എൻ്റെ അമ്മേനെ നീ നോക്കണം, എന്താണ് ഈ പറയണത്? എന്താ കാര്യം എന്ന് പറയട്ടെ. വിവാഹത്തിന് മുമ്പ് പെൺകുട്ടികളോടാണെങ്കിൽ അച്ഛനും അമ്മയും പറയണ എന്താ, ഞാനിതൊരു റീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. അച്ഛനും അമ്മയും എന്താ പറയുക, അതെ നിനക്ക് എവിടെയെങ്കിലും രാത്രിയൊക്കെ പുറത്ത് പോകണമെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് പൊക്കോളൂ, ട്രാവൽ ചെയ്യാൻ പോകണം, അത്ര ട്രാവൽ ചെയ്യാൻ പൊക്കോ, നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോയിക്കോ, അല്ലാതെ ഇവിടെ നിന്ന് കൂട്ടുകാരുമായിട്ടൊന്നും പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പല വീടുകളിലും അങ്ങനെയാണ് ഇപ്പോൾ സംഭവങ്ങൾ നടക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുക. അത് നടക്കില്ല, കല്യാണം കഴിക്കാതെ ഇത് ചെയ്യാൻ പറ്റില്ല മോളെ, ഇവിടെ പറ്റില്ല എന്ന് തന്നെ പറയും. സോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു നരേറ്റീവ് ഉണ്ടാക്കി വിടുകയാണ് കുട്ടികളുടെ അടുത്ത്, അല്ലേ? കുട്ടികൾ വന്നിട്ട് ഒരു പക്ഷേ ഒരു ഫ്രീഡം ആഗ്രഹിച്ച് ചോദിച്ചതായിരിക്കാം. അവർക്ക് ആ ഫ്രീഡം കൊടുക്കില്ല പെൺകുട്ടികൾക്ക്. അപ്പോൾ അവരോടും പറയണത് എന്താ, കല്യാണത്തിന് ശേഷം നിനക്കെല്ലാം ചെയ്യാം, എനിക്കൊരു ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം അമ്മ, കുറച്ച് ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടണം എന്ന് പറയുമ്പോഴും അമ്മ പറയും, മോളെ അതൊക്കെ കല്യാണം കഴിഞ്ഞ് ചെയ്തോ, അല്ലെങ്കിൽ ഇനി ആ പിക്ചർ കണ്ടിട്ട് ഇനി ആരെങ്കിലും നിന്നെ കല്യാണം കഴിക്കാതെ. ഇത് തന്നെ എല്ലാം കല്യാണത്തിനെ ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഈ കുട്ടികളാണെങ്കിൽ, ഈ പെൺകുട്ടികളാണെങ്കിൽ കുറേ എക്സ്പെക്റ്റേഷൻസോട് കൂടിയാണ് ഈ കല്യാണത്തിലേക്ക് കടന്നു ചെല്ലുന്നത്, അല്ലേ? എൻ്റെ ഭർത്താവ് എന്നെ നോക്കും, എൻ്റെ ഭർത്താവ് എന്നെ അവിടെ കൊണ്ടുപോകും, ഞങ്ങൾ ഒന്നിച്ച് കോഫി ഷോപ്പിൽ പോകും, അല്ലെങ്കിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യും. ഇങ്ങനെ ഒരു നാരേറ്റീവ് വെച്ചുകൊണ്ടാണ് പെൺകുട്ടികൾ വരുന്നത്. അത് കഴിഞ്ഞിട്ടോ ആമ്പിള്ളേർ കേട്ടോണ്ടിരിക്കുന്നത് എന്താ, നിൻ്റെ ഭാര്യ ഇങ്ങ് വരട്ടെ, അപ്പോഴാണ് നിന്നെയൊക്കെ ഒന്ന് കൂച്ചുവലം കെട്ട് പിടിക്കാൻ പറ്റുള്ളൂ. എപ്പോൾ നോക്കിയാലും രാത്രി കറക്കം, ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം പറയും, ഓ അമ്മയ്ക്ക് തീരെ വയ്യടാ, നീ ഒന്ന് കല്യാണം കഴിച്ചിട്ട് വേണം അമ്മയ്ക്കൊന്ന് വെറുതെ ഇരിക്കാൻ, ആ കുട്ടി ഉണ്ടാവുമല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം. ഇവിടെ തെറ്റി. അപ്പോൾ ആദ്യത്തെ ഒരു ഇത് അവിടെ പറയാൻ തുടങ്ങി, മോനെ നിൻ്റെ കാര്യവും എൻ്റെ കാര്യവും ഒക്കെ നോക്കാനുള്ള ഒരു വേലക്കാരിയാണ് ഭാര്യ എന്നുള്ളൊരു ഒരു നാരേറ്റീവ് അവിടെ വന്നു കഴിഞ്ഞു. അപ്പം എല്ലാവരും പറയുമായിരിക്കും, ചേച്ചി വീടുകളിലേക്ക് അങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത് വേലക്കാരിയാക്കാനാണ്. ഇപ്പം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജോലിയില്ലാത്ത പെൺകുട്ടികളാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ഫുൾ തലയിൽ ഏറ്റണം. എന്തിനാ? അപ്പം ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, ഈ പെൺകുട്ടികൾക്കും കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പുരുഷനും കൂടി ഒരു ചെറിയ വീടെടുത്ത് വാടകയ്ക്ക് താമസിച്ചാൽ എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പല സമുദായത്തിൽപ്പെട്ടവർക്കും അത് അഭികാമ്യമല്ല അത്ര. ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നവർ സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ പാടില്ലെന്ന്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരു 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളും കൂടിയാണോ ഇപ്പോൾ കഴിയുന്നത്? അല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ സാഹചര്യം അനുസരിച്ച് മക്കളുടെ എണ്ണം കുറഞ്ഞു, കറക്റ്റ്. പക്ഷെ അവരവരുടെ ജീവിതത്തിൽ പോയി ജീവിക്കട്ടെ എന്നേ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്? നമ്മൾ ഇപ്പോൾ ഹസ്ബൻഡും വൈഫും തന്നെ ഇപ്പോൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, എനിക്ക് പെൺകുട്ടി മാത്രമേ ഉള്ളൂ, എനിക്ക് അവളെ പിടിച്ച് നിർത്താൻ നോക്കുമോ, എന്നെ നോക്കുന്നും പറഞ്ഞിട്ട്? പല സാഹചര്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം, എനിക്ക് അസിസ്റ്റൻസ് വേണം അങ്ങനെയൊക്കെയുള്ള സമയത്ത്. അപ്പം നമ്മൾ അന്നേരം ചിന്തിക്കാം, അതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഒപ്പിക്കാം. അതായത് ചിലപ്പോൾ നമ്മൾക്കൊരു നഴ്സിനെയോ ഹോം നഴ്സിനെയോ ഒക്കെ നിർത്തിയാൽ പോരെ. കുട്ടികൾ കല്യാണം കഴിച്ച് പോകുന്ന കുട്ടികളുടെ അടുത്ത് വീട്ടിൽ വന്ന് നിന്റെ ജോലി കളഞ്ഞ് നിൽക്കാൻ നമ്മൾ പറയാറുണ്ടോ? സെയിം ഈസ് ആപ്ലിക്കബിൾ ടു ബോയ്സ് ഓൾസോ, അല്ലേ? ആൺകുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഫ്രീഡം കൊടുക്കേണ്ടത്. ആൺകുട്ടികൾ സ്വന്തമായിട്ട് ഇല്ല, എൻ്റെ അച്ഛനും അമ്മയും നോക്കാനുള്ള ചുമതല എൻ്റെയാണെന്ന് പറഞ്ഞ് തലയിലെടുത്ത് വെക്കുന്നത്. അത് അവരെ അങ്ങനെ നെറേറ്റീവ് അവരതങ്ങനെ കണ്ടിട്ടാണ്. അവരുടെ അച്ഛൻ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും, അവരുടെ ഇളയച്ഛൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ അവരുടെ മനസ്സിലേക്ക് അത് കയറി
കൊളുത്തിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ബ്രദറുമാണ് ഉള്ളത്. പക്ഷേ ബ്രദറും വേറെയാണ് താമസിക്കുന്നത്. പക്ഷെ വന്ന് നോക്കുന്നത് കൂടുതലും ബ്രദറാണ്. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് പോകുന്നത്. മനസ്സിലായോ? അമ്മയ്ക്ക് കൂടുതലും ആൺകുട്ടികളാവുമ്പോൾ അമ്മമാരുടെ കാര്യങ്ങളിൽ കുറച്ച് നോക്കാനുള്ള ശാരീരികമായിട്ടുള്ള അവസ്ഥകളിലൊക്കെ നമ്മൾ വേണമല്ലോ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വേണ്ടി തന്നെ നമ്മുടെ ലൈഫ് ഹോമിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം കളഞ്ഞൊന്നും നിൽക്കുന്നില്ല. എല്ലാവർക്കും അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല, പറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനിയുള്ള കാലത്ത് ചെറിയൊരു ജോലിയാണെങ്കിലും വേറെ പോയി താമസിച്ച് സൗഹാർദ്ദപരമായിട്ട് കുടുംബം കൊണ്ടുപോകുക. പിന്നെ ഈ അമ്മായിയമ്മ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്യാരക്ടറായിട്ട് നിൽക്കുകയും വേണ്ട. നമ്മളും അങ്ങനെ നിൽക്കാൻ പാടില്ല, വരുന്ന കുട്ടികളും അങ്ങനെ കാണരുത്. എന്ന് പറഞ്ഞാൽ അവരെ സേവിക്കാനുള്ള ഒരാളാണ്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ അവരോട് നന്നായി പെരുമാറില്ലേ? അതേപോലെ തന്നെ ആയിരിക്കണം അമ്മായിയമ്മ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ പെരുമാറുന്നത്. അമ്മായിയമ്മ വേറൊരു വീട്ടിൽ ഗസ്റ്റായിട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? അതുപോലെ ആയിരിക്കണം മകൻ്റെ വീട്ടിലോ മകളുടെ വീട്ടിലോ ചെല്ലുമ്പോൾ. അവരുടെ അടുക്കളയിൽ കയറാൻ പോകണ്ട. അവർ തരുന്ന അവരുടെ ആതിഥേയം സ്വീകരിക്കുക. ഇതൊക്കെ ഒന്ന് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? നമുക്കും നല്ലത്, അവർക്കും നല്ലത്, നമ്മുടെ മക്കൾക്കും നല്ലത് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇത് പറയാനായിട്ട് പെട്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഗോൾഡൊക്കെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കുട്ടികളുടെ ഗോൾഡിൽ കൈവയ്ക്കാതിരിക്കുക. അത് അവർ തന്നെ വെക്കട്ടെ. അവരുടെ വീട്ടിൽ അവർക്ക് എവിടെയാണ് കൊണ്ട് വെക്കാനുള്ള അവിടെ കൊണ്ടുപോയി വെക്കുക. അല്ലാതെ അവരുടെ ഗോൾഡ് എടുത്ത് ഇങ്ങനെ സ്വിൻഡിൽ ചെയ്യുകയും എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ മറ്റുള്ളവരുടെ? അത് വേറൊരു കുട്ടിയല്ലേ? ആ കുട്ടിക്ക് ഒരു കമ്പാനിയനായിട്ട് നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചു എന്ന് കരുതി ആ ഇട്ടിട്ട് വരുന്ന സ്വത്തും ധനവും ഒക്കെ അവളുടെയാണ്. അതിനെല്ലാം പോയി കൈവെക്കാൻ പാടുണ്ടോ? ശരി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ചേച്ചി എന്താ ഈ പറഞ്ഞു വരുന്നത്? കല്യാണത്തിൻ്റെ സ്വർണ്ണങ്ങളൊന്നും തൊടാൻ പാടില്ല തന്നെ. ആ കുട്ടിക്കും നിങ്ങളുടെ മകനും ഒരു ജീവിതത്തിന് വേണ്ടി ഒരു വീടുണ്ടാക്കാനാണെങ്കിൽ എടുക്കാം. എന്നിട്ട് ആ വീട് ആ മകൻ്റെയും മരുമകളുടെയും പേരിലായിരിക്കണം ഉണ്ടാകേണ്ടത്. കാരണം ഇന്നത്തെ കാലം അത്ര ഈസി അല്ല. ഗോൾഡിനും വില കൂടുതലാണ്, വീടിനും വില കൂടുതലാണ് കേട്ടോ. പിന്നെ നാളെ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അറിയില്ല. സോ ഇന്നത്തെ ഇത് ധാർഷ്ട്യമായിട്ട് നിങ്ങൾ കാണണ്ട. ഇത് പ്രാക്ടിക്കലാണ്, പ്രാക്ടിക്കബിലിറ്റിയാണ് ഇതെല്ലാം. സോ ഒരു വിവാഹം നടത്തുന്നതിന് മുമ്പ് നിങ്ങളൊരു വക്കീലിനെ കണ്ടിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു കൗൺസിലിംഗ് പോലത്തെയുള്ള വക്കീൽ. കാരണം ആ വക്കീൽ എന്ന് പറയുന്നത് ഇപ്പം എന്നെ പോലത്തെ ഒരാളാണ്, ഞാൻ തീർച്ചയായിട്ടും പറയും, പെൺകുട്ടി രണ്ടുപേരുടെയും ഒരു കൂടെ ആയിരിക്കണം, ജോയിൻ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. രണ്ടുപേരും ഒപ്പിടണം ഇപ്പം അത് എടുക്കുന്നത്. കാരണം ഈ പെൺകുട്ടികൾക്കും ചിലപ്പോൾ അത് സൂക്ഷിക്കാനുള്ള ഒരു ധൈര്യമോ മനോധൈര്യമോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് കാത്തുരക്ഷിക്കേണ്ടതെന്ന് അറിയില്ല. ചിലപ്പോൾ എടുത്ത് വലിയ മാലയൊക്കെ എടുത്ത് ഇടും. അവരുടെ ഏതെങ്കിലും കൂട്ടുകാരി പറയാം, എടി എനിക്ക് പരീക്ഷയ്ക്ക് പൈസ വേണം അടയ്ക്കാനായിട്ട്, വലിയൊരു എമൗണ്ടാണ്, അച്ഛനും അമ്മയുടെ കയ്യിലില്ല, നിങ്ങൾ കല്യാണം കഴിച്ചതായതുകൊണ്ട് ഗോൾഡൊക്കെ കാണത്തില്ല, തരുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെറുപ്പമാണ്, 10-24 വയസ്സൊക്കെ ഉള്ളപ്പോൾ കൂട്ടുകാരായിരിക്കും നമ്മുടെ ലോകം. ഇടതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ വിലയ്ക്ക് ഒന്നും കെട്ടപ്പടിയാവില്ല. സോ ദീസ് തിങ്സ്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ചോദിക്കണം പറയണം എന്ന് വരുമ്പോൾ അതിനൊക്കെ ഒരു കർട്ടയിൽ ഇതുണ്ടാവും. പിന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ചോദിക്കുകയാണ് ഗോൾഡെങ്കിൽ, പെങ്ങളുമായിട്ട് നല്ല റിലേഷനാണ് നാത്തൂനുള്ളതെങ്കിൽ കുറച്ച് മറിക്കാൻ കൊടുക്കണമെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് ചെയ്താൽ മതി. കാരണം നാളെ ഒരു ദിവസം ആ നാത്തൂനും നിങ്ങളെ സഹായിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗോൾഡ് ട്രാൻസാക്ഷൻസിനും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനും ഒഴിവായി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. നൗ യു ഹാവ് ഗോട്ട് ബാങ്ക്സ് അല്ലേ? നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ബാങ്കുകൾ ഇഷ്ടം പോലെ ലോൺ തരും. അപ്പോൾ അതാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ചെറിയ ജോലിയാണെങ്കിലും ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ പിന്നെ തൂപ്പ് ജോലിക്ക് പോകുന്നതിലും എന്തിനാണ് നാണക്കേട് വിചാരിക്കുന്നത്? ഇപ്പോൾ ഒരു പഠിച്ച കുട്ടിയാണെങ്കിൽ അതനുസരിച്ച് എന്തെങ്കിലും ഒരു സാധാരണ ജോലിയാണെങ്കിൽ അതിന് പോവുക. ഒരു ഈഗോ തടസ്സമാകാൻ പാടില്ല. അല്ലാതെ ഇരുന്ന് കരഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനൊന്നും മറ്റുള്ളവർക്ക് മറുപടി തരാൻ പറ്റില്ല. പിന്നെ ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു, അതിനെന്താ ചേച്ചി ചെയ്യുക? കോടതിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച ഒരു വീട്ടിലേക്ക് ഒരു മകൻ കൊണ്ടുവന്നു. ആ മകൻ അവിടെയാണ് താമസം. ആ മകളുടെ ഗോൾഡൊക്കെ എടുത്ത് ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം, ആരെങ്കിലും എന്നല്ല, ഇൻലോസ് എന്തെങ്കിലും കാര്യത്തിനോ അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്തെങ്കിലും കാര്യത്തിനോ ഉപയോഗിച്ചിട്ട് പിന്നീട് ഒരു വഴക്കുണ്ടാക്കിയിട്ട് ഈ മകളെ വീട്ടിലേക്ക് അയക്കാൻ നോക്കുന്നു. ഹസ്ബൻഡും വൈഫും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഇൻലോസ് തമ്മിലാണ് പ്രശ്നം. ഇതെൻ്റെ വീടാടി, ഇറങ്ങിപ്പോ, നീ ഇവിടെ നിൽക്കേണ്ട ആളല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പറയണം, ഞാനിവിടെ കോടതിയിൽ പോയി പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കും, ഒരു വക്കീലിനെ കാണും, എനിക്ക് ഇവിടെ തങ്ങാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് ആ വീടിൻ്റെ മുകളിൽ ഒരു എന്താ പറയുക ക്രയവിക്രയ അവകാശം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള അവകാശം
കോടതി തരും. അങ്ങനെയൊക്കെ ഇറങ്ങി പോകേണ്ടി വരും. അതായത് ഇറങ്ങിപ്പോയി വക്കീലിനെ കണ്ട് കോടതിയിൽ നിന്ന് മേടിക്കേണ്ടി വരും ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ. അതല്ലാതെ ഒരൊറ്റ ഉത്തരമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കൂ എന്ന് പറയാൻ ഞാൻ ആളല്ല. ഞാൻ പറയും നിങ്ങൾ ഇങ്ങനെയായിരിക്കണം ഫൈറ്റ് ചെയ്യേണ്ടത്, നിയമപരമായിട്ട്. അല്ലാതെ വെറുതെ അവിടെ കിടന്ന് ഈ കൊളത്തടി സൺഡേ എന്ന് പറയും തമിഴിൽ, എന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഈ കണ്ടിട്ടില്ലേ, പൈപ്പും വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഷണ്ട ഉണ്ടാക്കണ കണ്ടിട്ടില്ലേ പെണ്ണുങ്ങൾ? അങ്ങനെ ആയിരിക്കരുത്. യു നീഡ് ടു ഫൈറ്റ് ഫോർ യുവർ റൈറ്റ്സ്. അപ്പോൾ ഹസ്ബൻഡിനോടും കൂടെ പറയണം, എനിക്കിവിടെ താമസിച്ചല്ലേ പറ്റൂ, പിന്നെ എന്നെ കഷ്ടപ്പെട്ട് വിവാഹം കഴിപ്പിച്ച് അയച്ചു, നമ്മളിപ്പം ഇവിടെയാണ് താമസിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വേറെ വീടെടുക്കാൻ ആവതില്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓർഡർ അത് പോയി വാങ്ങിച്ചോളൂ. ഇതൊക്കെയാണ് നിയമപരമായിട്ട് നടക്കുന്നത്. പിന്നെ ഈ അമ്മായിയമ്മയും അമ്മായി അച്ഛനും ഒക്കെ എന്ത് കണ്ടിട്ടാണ് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് പറയുന്നത്? മകനെ നിങ്ങൾക്ക് വേണം, മരുമകളെ വേണ്ട എന്നോ? അപ്പം മകനൊരു ജീവിതമില്ലേ? മകനും ഉണ്ടാവും സെക്ഷൽ ഡിസയേഴ്സ്, മകനും ഉണ്ടാവും കുടുംബം വേണമെന്നുള്ളതും അവൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ. അപ്പോൾ അവന് നിങ്ങളത് ഡിക്ലൈൻ ചെയ്യല്ലേ? നിങ്ങൾ ഈ പെൺകുട്ടിയുടെ മനസ്സമാധാനം കളയുക വഴി, അല്ലെങ്കിൽ ആ മകനെ കൊണ്ട് ആ പെൺകുട്ടിയെ തിരിച്ചു പറഞ്ഞു പോകും ഇങ്ങനെയുള്ള സംഭവം ഇങ്ങനെ നടക്കുമ്പോൾ അല്ലേ? അപ്പോൾ ആ പെൺകുട്ടിയെ മകൻ അടിക്കുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമില്ലേ, അത് നല്ലതാണോ? ആലോചിച്ച് നോക്കൂ. എന്നും നമ്മളിങ്ങനെ ആരോഗ്യത്തോടു കൂടി ഇരിക്കില്ല അല്ലേ? എന്തെങ്കിലും ഒരു ഷോൾഡറിൽ പിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോഴേ ഒന്ന് ആലോചിച്ച് വെക്കുന്നത് നല്ലതല്ലേ സുഹൃത്തുക്കളെ? എൻ്റെ പ്രായത്തിലുള്ള സ്ത്രീകളോടാണ് കേട്ടോ ഞാൻ പറയണത്. മിക്കവാറും എന്നെ കാണുന്നവരൊക്കെ കുറച്ചൊക്കെ വിദ്യാഭ്യാസവും വിവരവും അതേപോലെ തന്നെ കുറച്ച് നന്മയും ഉള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഈ പറഞ്ഞ രീതി കാറ്റഗറിയിലൊന്നും നിങ്ങൾ ആകില്ല എന്നാണ് എൻ്റെ വിശ്വാസവും. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ മനുഷ്യനല്ലേ, ചെറിയൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയേക്കണം കേട്ടോ. ഒരുപാട് ഞാൻ കാണുന്നുണ്ട്. അതേപോലെ മരുമകളുടെ ഗോൾഡ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിങ്ങോട്ട് മേടിച്ച് തൂക്കി നോക്കി ആ ഇന്ത്യൻ കിച്ചൺ പോലെ, ഈ എന്തൊരു വൃത്തികേടാണത്. നമുക്ക് എന്തിനാണ്ടത്? നിങ്ങളൊന്ന് പഴയ കാലത്തേക്ക് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ അമ്മായിയമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യാൻ വന്നിട്ടില്ല. വരാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറയുകയും ചെയ്തു, എൻ്റെയും അരവിന്ദിൻ്റെയും പേരിൽ ഞങ്ങളുണ്ട് ഗോൾഡ് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഞാൻ എൻ്റെ അനുഭവങ്ങൾ വിളിച്ച് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ഡൺ. എനിക്കതുകൊണ്ട് പേടിയൊന്നുമില്ല അത് പറയുന്നതിന്. അതൊരു തെറ്റുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അച്ഛനമ്മയും എനിക്ക് വാങ്ങിച്ചു തന്നാണ്. അത് ഞാനെന്തിനു മറ്റുള്ളവരുടെ കസ്റ്റഡിയിൽ കൊടുക്കണം? അത് തന്നെയാണ് അതിൻ്റെ ശരി കേട്ടോ. അപ്പോൾ കേൾക്കുന്നവർക്ക് 2-3 പേര് ഇന്ന് സെയിം ക്വസ്റ്റ്യൻ ഇതേപോലെ ഈ അമ്മായിയമ്മ പ്രശ്നം, അതേപോലെ മരുമകൾ ധരിക്കുന്ന ഡ്രസ്സിൽ പോയിട്ട് കമൻറ്റ് പറയുന്ന അമ്മായിയമ്മമാർ എൻ്റെ അടുത്ത് അങ്ങനെ പറയാറുണ്ട്. അതായത് ഞാൻ അത്ര നല്ല സാരി ചിലപ്പോൾ ഒക്കെ എടുത്താലും പറയും, അയ്യേ ഇതെന്ത് കളറാണ്? ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള കളറാണ് ഞാൻ വാങ്ങിച്ചത്. അവരുടെ അപ്രൂവൽ വേണമെന്ന് എനിക്കില്ല, ആരുടെ ആയാലും. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള ആരെങ്കിലും കണ്ടിട്ട് പറയും ചേച്ചി നന്നായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, പോയിന്റ് നോട്ടഡ് എന്നേ ഞാൻ പറയൂ. അങ്ങനെ നിങ്ങൾക്ക് പോയിക്കൂടെ? അങ്ങനെ പഠിച്ചുകൂടെ? അത് ഇന്നലെയും തുടങ്ങിയതല്ല. ഞാനൊരു വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് നിനക്ക് ചേരുന്നേ ഇല്ല ഈ കളറ്. അന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ കളറിൻ്റെ കുഴപ്പമായിരിക്കും, ഞാൻ ഇച്ചിരി ഡസ്കി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി ഒരു കളറിൻ്റെയും കുഴപ്പമല്ല, അവരുടെ വികലമായ ചിന്താഗതിയാണ്. എന്നെ ഒന്ന് താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. എൻ്റെ അമ്മായിയമ്മയെ പറ്റിയല്ല ഞാൻ പറയുന്നത്, മറ്റുള്ള ആൾക്കാർ, അതായത് എൻ്റെ കസിൻസ് ഒക്കെ ഉണ്ട്, അവരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ വിവാഹത്തിനൊക്കെ മുമ്പേ നിനക്കിത് ചേരില്ല, നന്നായിട്ടില്ല. പിന്നീട് ഞാൻ ആലോചിച്ച് തുടങ്ങി, എന്തിനാണ് ഞാൻ മറ്റുള്ളവരുടെ വാലിഡേഷൻ നോക്കുന്നത്? എൻ്റെ ഇഷ്ടമാണിത്, എൻ്റെ ഇഷ്ടമാണ് എൻ്റെ കളറും എൻ്റെ സാരിയുടെ ചോയ്സും ഒക്കെ അല്ലേ? എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ല. ഞാൻ ചിലപ്പോൾ ബോൾഡ് പ്രിൻസ് ഇടും, ചിലപ്പോൾ വൈഡ് ഇതിടും. അത് എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ യൂട്യൂബിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ ഒരു മറുപടി ഇടുന്നതിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല. കാരണം അവിടെ നിന്ന് കാണുമ്പോൾ അവർക്ക് അതായിരിക്കും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഇഷ്ടപ്പെട്ടാലും നന്ദി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോട്ടഡ്, അത്രേ ഉള്ളൂ കേട്ടോ. അത് തന്നെ ആയിരിക്കണം നമ്മളുടെ ലൈഫിലേക്കും. ഞാൻ ഇത്രയും പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, 2 അനുഭവങ്ങൾ ഇന്നൊരു കുട്ടികൾ എൻ്റെ അടുത്ത് പറയണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാം. കാരണം ഓരോരുത്തർക്കായിട്ട് ഞാൻ അവിടെ ഇരുന്ന് വോയിസ് നോട്ട് ഇട്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. സോ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഗോൾഡ് നിങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ വെക്കുക, സൂക്ഷിച്ച് വെക്കുക. അതിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കാതിരിക്കാൻ നോക്കുക. അതായത് ഹസ്ബൻഡിൻ്റെ അടുത്ത് 2 പേരുടെയും കൂടെ പേരിൽ വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ജോയിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക. പിന്നെ 3ാമത് നിങ്ങളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഉടുക്കേണ്ട സാരി, അതൊക്കെ ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ, എന്താ ഈ പറയണത്, ഒരേപോലെ യൂണിഫോമായിട്ട് ഡ്രസ് കോഡ് എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്.
എന്തിനാണപ്പാ ഇത് എനിക്കറിയില്ല. എന്നിട്ട് പോയിട്ട് എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് എന്തിനാന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. എന്നെ ഡ്രസ് കോഡിന് വിളിച്ചാൽ ഞാൻ പോകത്തില്ല, എനിക്ക് വയ്യാന്ന് പറയും. ബിക്കോസ് ദാറ്റ് ഈസ് മൈ വിഷ്, വാട്ട് ഐ ആം ഗോയിങ് ടു വെയർ. നീ പച്ച ഇടണം, നീ ബ്ലാക്ക് ഇടണം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ബ്ലാക്കോ പച്ചയോ ഞാൻ ഇടാം, അല്ലാതെ അവർ തരുന്നത് ഞാൻ ഇടില്ല. അഹങ്കാരമായിട്ട് തോന്നുമായിരിക്കും ആൾക്കാർക്ക്. ആയിക്കോട്ടെ, അങ്ങനെ അങ്ങ് പറയണം. എനിക്ക് ഈ ഡ്രസ് കോഡിനോട് താല്പര്യമില്ല കേട്ടോ, എനിക്കിങ്ങനെ നിൽക്കാനാണ് താല്പര്യം, എനിക്ക് എൻ്റേതായ രീതിയിൽ ഡ്രസ്സ് ചെയ്യണം. ഞങ്ങളുടെ വീട്ടിൽ വരുന്ന നാത്തൂൻ്റെ ആദ്യത്തെ കല്യാണമാണ് നാത്തൂൻ്റെ, അപ്പോൾ എനിക്ക് നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് നിൽക്കണം. ഇങ്ങനെ പറയുന്നതിൽ എന്താ തെറ്റ്? അത് എൻ്റെ ഇഷ്ടമല്ലേ അത്. അപ്പോൾ എല്ലാവരും പറയും മോളെ ഒരു കുടുംബമല്ലേ, അങ്ങ് അലൈൻ ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെ ഡ്രസ് കോഡ് ഇടാനാണെങ്കിൽ അന്നത്തെ ആ ഒരു ഫംഗ്ഷനിൽ മാത്രം ഒന്ന് അലൈൻ ചെയ്ത് പോയേക്കാം. അവർ തരുന്നത് എന്തെങ്കിലും ഇട്ടിട്ട് പോവാം. കുറച്ച് നേരം കഴിയുമ്പോൾ മാറാമല്ലോ. ഒരിത്തിരി നേരം ആ ഫംഗ്ഷന് വേണ്ടി നിന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചു വയ്ക്കുന്ന സാരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി ഇടൂ. കാരണം നിങ്ങൾ ഓൾറെഡി ഡ്രസ് കോഡിൽ അലൈൻമെൻ്റ് ആയി കഴിഞ്ഞു, ഒരു പിക്ചറൊക്കെ എടുത്തു കഴിഞ്ഞു, മതി. എന്ത് പറയുന്നത്? എനിക്ക് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾക്ക് തള്ളാം, കൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്നലെ സജിന എന്ന് പറഞ്ഞ ഒരു കുട്ടി ഇതിൻ്റെ അടിയിൽ വന്ന് കിടന്ന് പല വീഡിയോസും, ഞാൻ ലൈവ് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു, പല വീഡിയോസിൻ്റെ അടിയിലും പോയിട്ട് നെഗറ്റീവ് കൊണോട്ടേഷൻസ് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയാം. അതുകൊണ്ട് സജിന, ഇത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സ്ക്രോൾ ഡൗൺ. നിങ്ങളെ ഞാൻ ആരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ആരെയും എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് സംസാരിച്ചാലും ഞാൻ അവരെ വെക്കും. കാരണം എല്ലാവരും നമുക്ക് സല്യൂട്ട് അടിക്കണം എന്നില്ലല്ലോ. പക്ഷേ സജിന എന്നാണ് ഞാൻ കണ്ടത്, സജി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഇമെയിൽ ID-യിൽ. എന്നെ തളർത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്ന് കിടന്ന് പറയുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയും, അത്രയേ ഉള്ളൂ. വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ പോവും ക്ലാപ്പ് ചെയ്തിട്ട്. സോ അപ്പോൾ എന്താവുമെന്നറിയോ, നന്മ നിങ്ങളിലേക്ക് ആവാഹിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇങ്ങനെ ഈ നെഗറ്റീവ്സും പിന്നെ ആൾക്കാരെ തളർത്താനുള്ള പരിപാടികളും ഒക്കെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം ഉണ്ടാകും, അല്ലേ? എന്ത് പറയുന്നു നിങ്ങളിതിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ. സോ അമ്മായിയമ്മയുടെ കയ്യിലേക്ക് ഗോൾഡ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അമ്മായിയമ്മ മരുമകളുടെ ഗോൾഡ് മേടിച്ച് പിടിച്ചിട്ട് നീ ഇവിടെ അടിമയായി കിടന്നോളണം എന്നൊക്കെ പറയുന്ന ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേര്. പിന്നെ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് ഏതെങ്കിലും അമ്മായിയമ്മ പറയുന്നുണ്ടെങ്കിൽ പോയി പ്രൊട്ടക്ഷൻ ഓർഡർ മേടിച്ചോളൂ. ഏത് കോടതിയിൽ, ഫാമിലി കോർട്ടിൽ പോയാലും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടും. അത് അമ്മായിയച്ഛൻ്റെ പേരിലിരിക്കുന്ന വീടായിക്കോട്ടെ, അമ്മായിയമ്മയുടെ പേരിലിരിക്കുന്ന വീടായിക്കോട്ടെ, നിങ്ങൾ സാധാരണ രീതിയിൽ ഒരു മാരിറ്റൽ ഹോമിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അത് ക്രയവിക്രയ അവകാശമല്ല കേട്ടോ. ഇത്രയൊന്നും പറയണം തോന്നി, അതാണ് പെട്ടെന്ന് രാവിലെ തന്നെ ഡ്രസ്സൊക്കെ മാറി വന്നിരുന്നു പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ, ബി ബ്രേവ്, ബി കറേജിയസ് ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഫിനാൻഷ്യൽ ഫ്രീഡം. അങ്ങനെ ആകുമ്പോൾ ഒരുത്തനും നിങ്ങളോട് വന്ന് ഇങ്ങനെ മെക്കിട്ട് കയറാൻ വരില്ല. ദാറ്റ് ഈസ് ദ ലാംഗ്വേജ്. Bye.